നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ എല്ലാവരും ഉദ്യാനങ്ങളിൽ കണ്ടു ശീലിച്ച എന്നാൽ ഇതിന്റെ യഥാർത്ഥ മൂല്യം ആരും തിരിച്ചറിയാത്ത ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് അഞ്ചുനിറപ്പച്ച അല്ലെങ്കിൽ കാരക്ചർ പ്ലാന്റ്. ഇതിന്റെ ഓരോ ഇലയിലും പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ശാസ്ത്രീയമായി ഇതിനെ ഗ്രാപ്റ്റോഫില്ലം പിക്റ്റം എന്ന് വിളിക്കുന്നു. ന്യൂഗിനിയാണ് ഇതിന്റെ ജന്മദേശമെങ്കിലും ഇന്ന് നമ്മുടെ കേരളത്തിലെ മിക്ക വീടുകളിലും ഇതൊരു അലങ്കാര ചെടിയാണ്. ഇതിന്റെ ഇലകളിലേക്കൊന്ന് നോക്കൂ. വെള്ളയും പച്ചയും കലർന്ന ആ അടയാളങ്ങൾ കണ്ടോ? ഇതിന് മനുഷ്യന്റെ മുഖരൂപങ്ങളുമായി സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിനെ കാരക്ചർ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഔഷധ ഗുണങ്ങളാണ്. ഇന്തോനേഷ്യയിൽ ഇതിനെ ദാവൂൺ ഉങ്കു എന്നാണ് വിളിക്കുന്നത്. അവിടുത്തെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ പൈൽസ് അഥവാ അർശസ് ചികിത്സിക്കാൻ ഇതിലും മികച്ചൊരു മരുന്നില്ല. നമ്മുടെ നാട്ടിലും മുറിവുകൾ ഉണക്കാനും ശരീരത്തിലെ നീർവീക്കം കുറയ്ക്കാനും ഈ ഇലകൾ പണ്ടുമുതലേ ഉപയോഗിച്ചു വരുന്നുണ്ട്. ആധുനിക ശാസ്ത്രവും ഇന്നിതിനെക്കുറിച്ച് ഏറെ പഠനങ്ങൾ നടത്തുന്നുണ്ട്. പ്രമേഹം നിയന്ത്രിക്കാനും നമ്മുടെ വൃക്കകളുടെ സംരക്ഷണത്തിനും ഈ ചെടിയുടെ സത്തിന് പ്രത്യേക കഴിവുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള ഇതിന്റെ ശേഷി ദന്ത സംരക്ഷണത്തിലും പ്രയോജനപ്പെടുത്തുന്നു. ഇത് കേവലം ഭംഗിക്ക് മാത്രമുള്ള ഒന്നല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? മറ്റു രാജ്യങ്ങളെ കാര്യമെടുത്താൽ പാശ്ചാത്യർ ഇതിനെ ജോസഫ് സ്കോട്ട് എന്ന് വിളിക്കുന്നു. പസഫിക് ദ്വീപുകളിലെ ഗോത്രവർഗക്കാർക്ക് ഇതൊരു പവിത്രമായ സസ്യമാണ്. പനി മാറ്റാനും കാതുകുത്തുമ്പോൾ മുറിവ് കരിയാനും അവരിത് ഉപയോഗിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മൃഗങ്ങൾക്കൊന്നും ദോഷകരമല്ലെങ്കിലും ഗർഭിണികൾ ഇതിന്റെ ഔഷധ ഉപയോഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നിങ്ങളുടെ മുറ്റത്ത് ഈ അഞ്ചുനിറപ്പച്ച കാണുമ്പോൾ അതൊരു വെറും ചെടിയാണെന്ന് കരുതരുത്. പ്രകൃതി നമുക്ക് നൽകിയ വലിയൊരു നിധിയാണത്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.